മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒരാൾ ആരെന്നറിയുമോ? നാട്ടുകാരല്ലടോ, കുടുംബക്കാരല്ലടോ, കമ്മറ്റിക്കാരല്ലടോ, ഉസ്താദന്മാരല്ലടോ, നിന്റെ രക്തത്തിൽ പറന്ന നിന്റെ മക്കളുണ്ടല്ലോ. മക്കള് പറയണം, എന്റെ ബാപ്പ നല്ലവനായിരുന്നു, എന്റെ ഉമ്മ നല്ലവളായിരുന്നു, പഠിച്ചവനെ എന്നെ പോലെയല്ല എന്റെ പിതാവ്. എത്ര വലിയ എത്ര രോഗിയാണെങ്കിലും എന്റെ ഉപ്പ നിസ്കരിക്കുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്റുകൾ പറയുമായിരുന്നു. വാപ്പയെ കുറിച്ച് ചോദിച്ചാ മക്കൾക്ക് വല്ലാത്ത നാവാടോ. ഉപ്പയെ കുറിച്ച് പറയുമ്പോഴേ കണ്ണ് നിറയുകയാണ്. ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഇന്നും പിതാവിനെ കുറിച്ച് പറയുമ്പോ, മാതാവിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷമാടോ. കാരണം നമ്മൾ പലരും പിതാവിന്റെ മരണം കണ്ടവരാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വാപ്പയ്ക്ക് സുഖമില്ല, വാപ്പയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പണി ചെയ്യുന്ന സൈറ്റിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയവനാണ് ഞാനും നിങ്ങളും. വാപ്പയ്ക്ക് സുഖമില്ല, ഉമ്മയ്ക്ക് സുഖമില്ല, അവര് മരിച്ചു എന്ന് പറയുന്ന വാർത്ത കേട്ടിട്ട് കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് ഓടിയവരാണ് നമ്മള്. അങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ മരിച്ചു കിടക്കുന്ന പിതാവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ നിലവിളിച്ചു കൊണ്ടുപോയവന് ചോദിക്കുകയാണ്, എന്തൊരു മരണമാവാപ്പാ, എന്തൊരു മരണമാവുമ്മാ. മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മുഖത്തുള്ള പ്രകാശം കണ്ടപ്പോ, ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോ, നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് ആ കിടപ്പ് കണ്ടപ്പോ കണ്ണിലൂടെ വന്ന കണ്ണുനീരൊരു സന്തോഷത്തിന്റെ കണ്ണുനീരാടോ. പടച്ചവനെ എന്തൊരു സുഗന്ധമായിരുന്നെന്നറിയോ. മരിച്ചു കിടന്ന വാപ്പാടെ റൂമിന്റെ അകത്ത് കിടന്നു ചെന്നപ്പോ എന്തൊരു സുഗന്ധമാല്ലാ, ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സുഗന്ധമാണ് ആ കിടക്കുന്ന റൂമിന്റെ അകത്തുണ്ടായിരുന്നത്. അത് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, എന്റെ വാപ്പ മരിച്ചപ്പോ സകാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, സംസം വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്. എന്റെ ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, എന്റെ ഉമ്മാടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്റെ ഉപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. 1000 നാവാടോ, 1000 നാവാടോ. പടച്ചവനെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, നാളെ സ്വർഗം നിർബന്ധമായ ഒന്നാമത്തെ മനുഷ്യനാരാ? സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ചിന്തിക്ക്, നീ മരിച്ചാ നിന്റെ പൊന്നുമോ പറയുമോ, നിന്റെ പൊന്നുമോള് പറയുമോ, എന്റെ വാപ്പ നല്ലവനായിരുന്നു, എന്റെ വാപ്പ നിസ്കരിക്കുന്നവനായിരുന്നു, എന്റെ വാപ്പ ഖുർആൻ ഓതുന്നവനായിരുന്നു, എന്റെ വാപ്പ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു, എന്റെ ഇമാം എന്റെ വാപ്പയായിരുന്നു, എന്റെ ഇമാം എന്റെ ഉമ്മയായിരുന്നു എന്ന് പറയാൻ പടച്ചവനെ നമ്മുടെ മക്കളെ കൊണ്ട് കഴിയുമോ? നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ മക്കൾ പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയുമോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾ, ഇന്നും ഒരു ചെറുപ്പക്കാരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ വാപ്പയ്ക്ക് 55 വയസ്സായി, വാപ്പാടെ ദുസ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല, ഒന്ന് നന്നാകാൻ ദുആ ചെയ്യണേ.
55 വയസ്സായിട്ടും വാപ്പ വ്യഭിചരിക്കുന്നു. എന്റെ ഉപ്പയുടെ കൂട്ടുകെട്ടൊന്നും ശരിയല്ല ഉസ്താദെ, വല്ലാത്ത സങ്കടമുണ്ട്. എങ്ങനെ ഉപ്പാനെ ഉപദേശിക്കാം? ഉപ്പാനെ തല്ലാൻ പറ്റുമോ? എന്റെ ഉപ്പ ഒന്ന് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അള്ളാഹു ആ സഹോദരനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് നമ്മുടെ മക്കളുടെ മാതൃകയായിരിക്കണം. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മളുടെ മക്കളുടെ ഉസ്താദ് നമ്മളാണ്. നമ്മൾ അവർക്ക് മാതൃകയായിരിക്കണം. അതുകൊണ്ടല്ലേ റബ്ബനാ ഹബിലനാ മിൻ സുവാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു പിതാവാകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ പിതാവും ചിന്തിക്ക്, നിന്റെ സ്വഭാവം എങ്ങാണ് നിന്റെ മക്കള് കണ്ടുപഠിച്ച, സുബ്ഹാനല്ലാഹ്, അവര് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത്. എന്റെ 3 മക്കളുടെ അമീറാണ് ഞാൻ, എന്റെ 3 മക്കളുടെ ഇമാമാണ് ഞാൻ, എന്റെ 3 മക്കളുടെ ഉസ്താദാണ് ഞാൻ. എന്റെ മക്കൾ എന്നെയാ കണ്ടുപഠിക്കുന്നേ. എന്റെ സ്വഭാവമാണ് എന്റെ മക്കൾക്ക് ഉണ്ടാവുക. എന്നെ കണ്ടാണ് എന്റെ ഭാര്യ പഠിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കുറിച്ച് നാട്ടുകാർ മുഴുവനും മഹാനാണെന്ന് പറഞ്ഞാൽ മഹാനാകില്ല. പറയേണ്ടത് സ്വന്തം മക്കള് പറയട്ടെ. അങ്ങനെ മക്കൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് മാതൃകയായി ഒരു വാപ്പയാകാൻ, ഒരു ഉമ്മയാകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയെങ്കിലും വാപ്പയ്ക്കുണ്ടോ എന്ന് ചിന്തിക്ക്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ നിസ്കരിക്കാത്തതിന്റെ പേരിൽ? അവനെ അടിച്ച് നിസ്കരിപ്പിക്കണമെന്നാണ്. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടോ? കൈപൊക്കാൻ പറ്റൂല. കാരണം അങ്ങനെ വാപ്പയെങ്ങാണ് അടിക്കാൻ പോയാ മക്കള് വാപ്പാനെ നോക്കി ഇരുന്ന് ചിരിക്കും. ഉമ്മയെങ്ങാനും നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലാൻ പോയാൽ മക്കൾ ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കും. ഏതുപോലെ പണ്ടൊരുത്തൻ ഹജ്ജിന് പോയി, ജംറയിൽ പോയിട്ട് കല്ലെറിയ, ഇബിലീസിനെ കല്ലെറിയ. അപ്പൊ ഇബിലീസിനെ കല്ലെറിയാൻ പോയപ്പോ ഇബിലീസ് ചോദിച്ചു അത്രേ, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്, നീ എന്നെ എറിയുന്നോടാ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെങ്ങാനും ഇന്ന് മക്കളെ തല്ലാൻ പോയാ മക്കൾ നമ്മളോട് പറയുന്ന വാക്ക്, ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോ, ആദ്യം നിങ്ങളൊന്ന് നന്നാക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ ആദ്യം നന്നാകണം. ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ? പഠിച്ചവനെ, നമ്മൾ നന്നായി കഴിഞ്ഞ പിന്നെ മക്കളെ നന്നാക്കാൻ നടക്കേണ്ട കാര്യമില്ല. ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വീടാണോ പഠിച്ചവനെ? മക്കളെ ചെറുപ്പം മുതൽ കണ്ടു വളരുന്നത് നമ്മളെയാണ്. അവർ 5 നേരം നിസ്കരിക്കുന്ന പിതാവിനെയാണ് കാണുന്നത്. ഖുർആൻ ഓതുന്ന ഉമ്മയാണ് കാണുന്നത്. നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞു ദുആ ചെയ്യുന്ന ഉപ്പയെ കാണുന്നവരാണ്. പിന്നെ അവരൊരിക്കലും വഴിപിഴച്ചു പോകില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളെ മാതൃകയാകണം. നമുക്ക് നന്നാകാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് ആദ്യമായിട്ട് നന്നാകേണ്ടത് നമ്മളാണ്. 5 നേരം നിസ്കരിക്കണോ? നീ സുബഹി നിസ്കരിക്കുക. പഠിച്ചവനെ, നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജേ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കട്ടെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹു കരുണ കാണിക്കാത്ത, അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു മുഖത്ത് നോക്കാത്ത 3 വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പടച്ചവൻ അവരോട് കരുണ കാണിക്കില്ല, ഒരു ദയയും അല്ലാഹു കാണിക്കില്ല, അവരുടെ മുഖത്ത് പോലും അല്ലാഹു നോക്കില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പയാ. സ്വന്തം മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത വാപ്പ. നീ എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ
വന്നാൽ അത് തിരുത്തി കൊടുക്കാനുള്ള അവകാശം നിനക്കുണ്ടോ? കാരണം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നമ്മുടെ മക്കള്. അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നമ്മുടെ മക്കള്. നീ മാത്രം നിസ്കരിച്ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടാതെ കഴിയണമെന്നില്ല. നമ്മുടെ മക്കളുടെ തെറ്റുകളെ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളാണ്. അവരെ നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ഒരു പിതാവിന്റെ കടമയെന്തെന്നറിയോ? ഒരു പിതാവിന്റെ കടമയെന്തെന്നറിയോ? മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിതാവാ. അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. പിതാവ് പഠിപ്പിച്ചു കൊടുക്കണം അള്ളയാരാ. അത് പിതാവിന്റെ കടമയാണ്. നിബിതങ്ങളാരാ? അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിതാവിന്റെ കടമയാണ്. നീയാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. നീയാണ് നിബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ നിനക്ക് അള്ളാഹിനെ കുറിച്ച് അറിയില്ലല്ലോ. നിനക്ക് അള്ളാഹിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയാകില്ലായിരുന്നു. അള്ളാഹിനെ കുറിച്ച് നിനക്ക് തന്നെ അറിയില്ല. അന്റെ പടച്ചവനെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാരണം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പുതിയ പഠനം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാകുന്ന കാലമാണ്. ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, കറങ്ങാൻ വിട്ടില്ലെങ്കിൽ, കൂട്ടുകാരുടെ കൂടെ ടൂർ വിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾ റൂമിന്റെ അകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാ വല്ലാത്ത ഭയമാ, വല്ലാത്ത പേടിയാ. കാരണം അവർക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടായാൽ, പരാജയമുണ്ടായാൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമില്ലടോ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, മക്കളെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സഹോദരാ. അത് സാധാരണ ഒരു പാപമല്ല. അത് സാധാരണ ഒരു പാപമല്ല. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, നീ അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസാണ് മോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗം ഹറാമായ വിഭാഗം, സ്വർഗ്ഗം ഹറാമായ വിഭാഗം അവരൊരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. ആരാണ് ആ വിഭാഗം എന്നറിയുമോ? ആത്മഹത്യ ചെയ്യുന്നവനാണ്. ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. കാരണം കള്ളു കുടിച്ചാ തൗബയുണ്ട്, വ്യഭിചരിച്ചാ തൗബയുണ്ട്, പലിശ തിന്നാ തൗബയുണ്ട്, ഏതു പാപം ചെയ്താലും തൗബയുണ്ട്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നവന് തൗബയില്ല സഹോദരാ. അത് സാധാരണമായി കാണേണ്ട ഒരു കാര്യമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പടച്ചവനെ വാള് പോലെയുള്ള ഒരായുധം കൊണ്ട് ഒരു മനുഷ്യനെ പടന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. ആ ജനാസ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുക സഹാബാ. കാരണം നിബിതങ്ങളെ നിസ്കരിച്ചിട്ട് കാര്യമില്ലടോ. പഠിക്കേണ്ടവർക്ക്, മനസ്സിലാക്കേണ്ടവർക്കെല്ലാം അവിടെയുണ്ട് സഹോദരാ. അതുകൊണ്ട് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, നിബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും സമയമില്ലടോ. മാതാപിതാക്കള് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? അവര് നിസ്കാരത്തെ കുറിച്ചല്ല, ഖുർആനിനെ കുറിച്ചല്ല, സുന്നത്തിനെ കുറിച്ചല്ല. ആ പിഞ്ചു മക്കളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന വിഷമെന്തെന്നറിയോ? മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, 1ാം റാങ്ക് നേടണം. മോനെ, നല്ല ജോലി ഉണ്ടാകണമെങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടോ. അതാ ഉപ്പയും ഉമ്മയും അതാ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തെന്നറിയോ? പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ
ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ തലമുറയുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു ചിന്തയേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടത് പണമാണോ? അതുകൊണ്ടാണ് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്. കാരണം പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴികളാണ് അവന് തേടുന്നത്. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്. നീ ആദ്യം മാതൃകയാക. കൊച്ചുമക്കള് വീട്ടിലുള്ളവരുണ്ടല്ലോ, പാല് കുടിക്കുന്ന 1 വയസ്സുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള ചെറിയ മക്കള് വീട്ടിലുള്ളവരുണ്ടല്ലോ സഹോദരാ. പടച്ചവനെ, നമ്മളെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കള് നമ്മുടെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുകയാണ്. അവര് നമ്മുടെ കൂടെ നിന്ന് നിസ്കരിക്കുകയാണ്. കാരണം ചെറുപ്പം മുതലേ നിസ്കരിക്കുന്ന ഉമ്മയെ കാണുന്ന മക്കളാ, നിസ്കരിക്കുന്ന വാപ്പയെ കാണുന്ന മക്കളാ. പടച്ചവനെ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ വെപ്രാളത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിലെ നിസ്കരിക്കാൻ ഓടുന്ന പിതാവിനെയാണ് ചെറുപ്പം മുതലേ മക്കള് കണ്ടുവരുന്നത്. പടച്ചവനെ, എത്ര താമസിച്ചു വന്നാൽ വാപ്പ രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. പടച്ചവനെ, ഇത് കണ്ടു വളരുന്ന മക്കള്, ആ മക്കളെ ഉപദേശിക്കേണ്ട കാര്യമില്ലടോ. നമ്മുടെ മക്കളുടെ മാതൃകയാകാ പരിശ്രമിക്കു സഹോദരാ. അതിന് നമ്മൾ നന്നാകണം. നമ്മൾ നന്നായാലേ നമ്മുടെ മക്കൾ നന്നാകൂ. നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടാകൂ. പക്ഷേ ഇന്ന് ഒരു മാതാവും ഒരു പിതാവും തന്റെ മക്കളെ ഉപദേശിക്കാറില്ല. വാപ്പ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി സുബഹി നമസ്കരിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ വാപ്പ ഇറങ്ങി പോകുമ്പോ വാപ്പയുടെ റൂമിന്റെ പരിസരത്താണ് തന്റെ പൊന്നുമോന് കിടന്നുറങ്ങുന്നത്. മോനെ, നീ പ്രായപൂർത്തിയായവനാണ്, നിനക്ക് നിസ്കാരം നിർബന്ധമാണ്. അവന്റെ കയ്യിൽ പിടിച്ചോ പള്ളിയിലേക്ക് കൊണ്ടുപോകാ വാപ്പ തയ്യാറാകാത്ത കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നീ നല്ലവനാണെന്ന് നിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്ക്. നല്ലവനായിരുന്നു എന്ന് നിന്റെ മക്കളെ കൊണ്ട് നീ പറയിപ്പിക്ക്. അങ്ങനെ നീ പറയിപ്പിച്ച നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പെങ്ങളോട് പറയുകയാ, നിനക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാ മോളെ. മക്കൾക്ക് ഇങ്ങനെ പണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കലല്ല, ദുനിയാവ് വെട്ടിപ്പിടിക്കാറ് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പെങ്ങള്. എടോ, ഒരു ഉപ്പയാരെന്നറിയോ? ഒരു ഉപ്പാടെ കടമ എന്തെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നിന്റെ മക്കളെ നീ ഉപദേശിച്ചു കൊടുക്ക്. നിന്റെ മക്കളോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ആരെ പോലെയാകണമെന്നറിയോ? ഒരു പിതാവ് ആരെ പോലെയാകണമെന്നറിയോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ഒരു പിതാവെന്ന് പറഞ്ഞാൽ അബൂദറിനെ പോലെയാകണം സഹോദര. ഒരു പിതാവ് അബൂദറിനെ പോലെയാകണം. അബൂദറാരാ? സാധാരണ ഒരു സഹാബിയല്ല. അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു സ്വഹാബിയല്ല. ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സഹാബിയാ. അല്ലാഹുവിന്റെ ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയുമായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ. ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാണ്. പഠിച്ചവനെ അവസാനം 3 പെൺമക്കളുമായി, തന്റെ ഭാര്യയും 3 പെൺമക്കളുമായിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ആരാരുമില്ലാത്ത മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് വീട് കെട്ടി താമസിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ,
വാപ്പയുടെ മരണമെടുത്തിരിക്കുകയാണ്. വാപ്പ നിങ്ങൾക്ക് വേണ്ടിയും നമ്മ കൂട്ടിവെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയൊന്നും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിലൊന്നുമില്ല. വാപ്പ എല്ലാം കള്ളു കുടിച്ച് കളഞ്ഞതല്ല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്ത് കിട്ടിയാലും പടച്ചവനെ അത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടിയും നമുക്ക് കൂട്ടിവെക്കാറില്ല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്, നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ 3 പെൺമക്കളെ വിളിച്ച് ഉപദേശിക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. അബൂ ദർ തങ്ങളുടെ ഭാര്യ ഇരുന്ന് കരയുകയാണ്. അബൂ ദർ ചോദിക്കുന്നു, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, നിങ്ങൾ മരിച്ചാ ആരാണ് നിങ്ങളെ കഫം പൊതിയുന്നത്? ആരാണ് നിങ്ങളെ കുളിപ്പിക്കുന്നത്? ആരാ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നത്? ആരാണ് നിങ്ങളെ കബറടക്കുന്നത്? ഈ സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? മക്കളോട് പറയുകയാ, മക്കളെ, വാപ്പ ഇന്ന് മരിച്ചാ വാപ്പയ്ക്ക് കഫം തുണി പൊതിയാറ് കീറാത്ത ഒരു വസ്ത്രം ഈ വീടിനകത്തില്ലെന്ന് എനിക്കറിയാ. എന്നാലും നിങ്ങൾ സങ്കടപ്പെടരുത്. വാപ്പ മരിച്ചു കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ, നിങ്ങൾ എന്റെ ജനാസ എടുത്ത് വഴിയോരത്ത് കൊണ്ടുവെക്കണം. അതാ ഹജ്ജതാ ഉംറ കഴിഞ്ഞ ആൾക്കാർ വരുന്നത് കാണാ. അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണെന്ന്. അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില്, അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് പടച്ചവനെ, എന്നെ ഒന്ന് പൊതിഞ്ഞ് കബറടക്കാ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അബൂ ദർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുകയാണ്. അബൂ ദർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. വാപ്പ പറഞ്ഞതുപോലെ മക്കള് ചെയ്തടോ. അതാ ഉംറ കഴിഞ്ഞു വരികയാണ്. 40ഓളം വരുന്ന ഒരു സംഘം വരികയാ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ വരുന്ന സംഘത്തിന്റെ അമീറായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ആ കുട്ടികളെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് പൊതിഞ്ഞ് കബറടക്കടേ. അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സമ്മാനിതങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ, ആരാ പടച്ചവനെ? ഇത്രയും പാവപ്പെട്ടവനായ സഹാബി ആരാണ് പടച്ചവര്? മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നത്? അബൂ ദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയുടെ കടമ ഇതാണ്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, അള്ളയാരാണ്. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള വഴി പറഞ്ഞു കൊടുക്ക്. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക്. മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പണത്തിനോടുള്ള ആർത്തികള ഉമ്മ, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്, സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാഹു പറഞ്ഞത് എന്താണ്? നിന്റെയൊക്കെ മക്കൾക്ക് നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. എല്ലാവരുടെ ആഗ്രഹം മക്കൾക്ക് നല്ല ജീവിതം കിട്ടണമെന്നാ. മക്കൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രാജാക്കന്മാരെ പോലെ ജീവിക്കടോ. ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാർ ജീവിച്ചതുപോലെ ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കടോ. സന്തോഷമുള്ള, സമാധാനമുള്ള, പട്ടിണിയില്ലാത്ത ഒരു നല്ല ജീവിതം നിനക്ക് വേണോ സഹോദരാ? അതിനുള്ള വഴി അല്ലാഹു തന്നെ പറയുകയാ, മൻ അമില സ്വാലിഹാ, നല്ല കാര്യങ്ങൾ ചെയ്യ്, നന്മകൾ ചെയ്യ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് മനോഹരമായ ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല കാര്യം ഏതാണ്? ഒരാൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു, ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായാൽ അവന് ഏറ്റവും നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 നേരത്തെ നിസ്കാരമാ. ആ നിസ്കാരത്തെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. സമയം കിട്ടുമ്പോ നീ നിന്റെ മക്കളുടെ ഇമാമായൊന്ന് നിൽക്ക്. പഠിച്ചവനെ പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. മക്കളുടെ ഇമാമായി നിൽക്കൂ, ഭാര്യയുടെ ഇമാമായി നിൽക്കൂ. നിസ്കരിക്കുന്ന കുടുംബമാകൂ, നിസ്കരിക്കുന്ന കുടുംബമാകൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിസ്കരിക്കു സഹോദരാ. പക്ഷേ ഇന്ന് കുടുംബങ്ങളിൽ നിസ്കാരമില്ല. നമസ്കാരമില്ലാത്ത വീടുകളായടോ. നിസ്കരിക്കുന്നില്ല, ഒരു വക്കത്തും നിസ്കരിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ ഈ സഹോദരാ നിസ്കരിക്കാൻ ഇത്ര മടിയെന്തേ പൊന്നുമോനെ? എടാ ചെറുപ്പക്കാരാ, നിന്നോട് ചോദിക്കട്ടെ മോനെ, നിസ്കരിക്കാൻ ഇത്ര മടിയെന്തേ സഹോദരാ? നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്തെങ്കിലും നിനക്കറിയോ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ?